ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മാണിക്കതാറ വ്യൂ പോയിന്റിൽ നിന്ന് 1500 അടി താഴ്ചയിൽ നിന്ന് ശ്രീനന്ദയുടെ മൃതദേഹം വീണ്ടെടുക്കുന്നത്. ഏറെ പണിപ്പെട്ട ദൗത്യം തന്നെയാണ് ദൗത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ചെങ്കുത്തായ മലനിരകളാണ്. അപ്പോൾ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മൃതദേഹം താഴത്തേക്ക് എത്തിക്കുന്നത്. ബാബ ബുദൻഗിരിയിലേക്കോ അല്ലെങ്കിൽ മാണിക്കതാറ വ്യൂ പോയിന്റിലേക്കോ മൃതദേഹം ഉയർത്തിക്കൊണ്ടുപോകാന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ താഴത്തേക്ക് കാപ്പിത്തോട്ടങ്ങളിലേക്ക് ഏറെ പണിപ്പെട്ട് താഴ്വാരത്തോടെ ഇറങ്ങി വന്ന് പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു അസ്വാഭാവികതയും കണ്ടെത്താനായില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് പ്രാഥമികമായി ലഭിച്ചിരുന്ന വിവരം. അത് അപ്പോൾ തന്നെ അവർ കുടുംബവുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഉയരത്തിൽ നിന്ന് വീണപ്പോഴുണ്ടായ പരിക്കുകൾ സ്വാഭാവിക പരിക്കുകൾ മാത്രമേ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. തലയ്ക്ക് ക്ഷതം സംഭവിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വസ്ത്രത്തിലുണ്ടായിട്ടുള്ള മുറിവുകളടക്കം ആ കാര്യത്തിൽ, കാരണം മരങ്ങളിലോ അതോടൊപ്പം തന്നെ ചെടികളിലും തട്ടിയുണ്ടാകുന്ന മുറിവുകളും പോറലുകളും അതോടൊപ്പം തന്നെ വസ്ത്രത്തിലുണ്ടായിട്ടുള്ള കേരളകളൊക്കെ തന്നെ അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഉണ്ടായത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്താൻ സാധിക്കുന്നത്. മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ നേരെ വിപരീത ദിശകളിൽ, എതിർ ദിശകളിലായിരുന്നു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ചില സൂചനകളൊക്കെ തന്നെ ലഭിച്ചത് കൊണ്ടാണ് അന്വേഷണ സംഘവും കേരളത്തിൽ നിന്നടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം ആ ഒരു മാണിക്കതറ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തേക്ക് എത്തുന്നത്. അവിടെ ഒരു മരത്തിൽ കാല് കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരികയാണ്. അത് നേരത്തെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനോട് സമാനമായി അതിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് വരുന്നത്. എന്തായാലും മരണത്തിൽ ഇപ്പോൾ നിലവിൽ അസ്വാഭാവികതയൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നില്ല. കാരണം കുട്ടി മുകളിൽ നിന്ന് ഉയരത്തിൽ നിന്ന് വീഴുന്നു. അതേ തുടർന്നുണ്ടാകുന്ന തലയ്ക്കുണ്ടാകുന്ന ക്ഷതം, തലയോട്ടിയുടെ വലത് വശത്തുണ്ടാകുന്ന പൊട്ടൽ, അത് തന്നെയാണ് മരണകാരണം എന്ന് തന്നെയാണ് പറയുന്നത്. ചോര വാർന്നു പോയിട്ടുണ്ട്, രക്തം വാർന്നു പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരുന്നു. അതോടൊപ്പം തന്നെ ശരീരത്തിൽ അസ്വാഭാവികമായ യാതൊന്നും സംഭവിക്കുന്നില്ല. ആ വസ്ത്രത്തിലടക്കം സ്വാഭാവികമായി ഉണ്ടാകുന്ന മുറിവുകളും കീറലുകളും ഒക്കെ തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. കുടുംബമാണെങ്കിലും ആദ്യഘട്ടത്തിൽ ഈ രീതിയിലുള്ള ഒരു അസ്വാഭാവികത അല്ലെങ്കിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി ഇവിടെ എത്തിയ പിതാവ് അടക്കമുള്ള ആളുകൾ പോലീസിൻ്റെ മുഴുവൻ അന്വേഷണത്തോടും പൂർണ്ണമായി തൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മനോഭാവം തന്നെയാണ് ഉണ്ടായത്. കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതേ രീതിയിൽ തന്നെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിൽ അസ്വാഭാവികതയൊന്നുമില്ല. ഇനി ഫോറൻസിക് റിപ്പോർട്ട് കൂടി വരുമ്പോൾ കൂടുതലൊരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.